പ്രിയ പ്രേക്ഷകരെ, ഇറാൻ അതോടൊപ്പം തന്നെ അമേരിക്ക ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയെ ഒന്നാകെ കലുഷിതമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക സമ്പദ്ഘടനയെ അടക്കം വലിയ തോതിൽ തിരിച്ചടിയേൽപ്പിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് എണ്ണക്കടത്ത് തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലോകത്തിലെ തന്നെ എണ്ണക്കടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ മൊത്തം എണ്ണ സഞ്ചാരത്തിൻ്റെ ഏതാണ്ട് 20% ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനിർണായകമായ ഒരു പക്ഷേ പല രാജ്യങ്ങളെയും ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ആണ് UAE ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഒപെക് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് UAE പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 59 വർഷമായി ഒപെക്കിൻ്റെ ഭാഗമായി തുടരുന്ന രാജ്യം ആണ് UAE. ഒരു പക്ഷേ UAE എന്ന രാജ്യത്തിൻ്റെ ആ രൂപീകൃതമാകുന്ന ഘടനയ്ക്ക് മുമ്പ് തന്നെ ഒപെക്കിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാവുന്ന രാജ്യം എന്നതാണ് ഒപെക്. എന്താണ് ഈ ഒപെക്? ഒപെക്കിൽ നിന്ന് UAE പിന്മാറുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യത? അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒപെക് എന്നത് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന UAE ആണ് ഈ ഒപെക് കൂട്ടായ്മയിൽ നിന്ന് പിന്മാറുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ ഈ ഒപെക്കിൻ്റെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ എണ്ണ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ആണ് ഈ ഒപെക്കിൽ ഉള്ളത്. അതിൽ തന്നെ UAE, ഇപ്പോൾ UAE പുറത്തു പോയിരിക്കുന്നു. മറ്റൊന്ന് സൗദി അറേബ്യയാണ്. ഇപ്പോൾ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ എന്നീ രാജ്യങ്ങൾ ഒപെക്കിൽ അംഗമായിട്ടുള്ള രാഷ്ട്രങ്ങൾ ആണ്. അതോടൊപ്പം തന്നെയാണ് നൈജീരിയ, വെനസ്വേല, ഗബോൺ, ഇക്വറ്റോറിയൽ ഗിനി, കോങ്കോ, അൾജീരിയ എന്നീ രാജ്യങ്ങളും ഈ ഒപെക്കിൽ അംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ എണ്ണയുടെ വില, അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിച്ചിരുന്നത് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് എന്ന് തന്നെ പറയാവുന്നതാണ്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഈ ഒപെക്കിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. അതായത് ഒപെക് എന്നത് അസാധാരണമായ വിലവർദ്ധനവ് സൃഷ്ടിച്ചെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത ലോകരാജ്യങ്ങളിൽ പലതിനും ഉണ്ട്. അത് ചെറിയ ചെലവിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതിന് വലിയ ക്ഷാമം ഒന്നും ഇല്ല. എന്നാൽ ഇതിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിച്ചുകൊണ്ട് ഒരു നിശ്ചിത അളവിൽ മാത്രം ക്രൂഡ് ഓയിൽ നിർമ്മിച്ചുകൊണ്ടും ആ നിശ്ചിത അളവിൽ മാത്രം വിതരണം ചെയ്തുകൊണ്ടും ക്രൂഡ് ഓയിലിൻ്റെ വില അസാധാരണമായ നിലയിൽ ഉയർത്തുകയാണ് ഒപെക് രാജ്യങ്ങൾ ചെയ്യുന്നത്. അത് വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത് മറ്റു പല ലോകരാജ്യങ്ങൾക്കും. അതായത് ഈ എണ്ണയെ ആശ്രയിക്കുന്ന, ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് എന്ന വിമർശനം നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നു. ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ആ നിലയിൽ ഈ UAE പുറത്തു പോകുന്നു എന്നത് അമേരിക്കയുടെ കൂടി ഗുണകരമാകുന്ന ഒരു നീക്കം എന്ന് വേണം വിലയിരുത്താൻ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിലയിരുത്തേണ്ടത് ഈ ഒപെക്കിനോടൊപ്പം തന്നെ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടിയുണ്ട് എന്നതാണ്. അതിൽ ഈ നിലവിലെ ഒപെക് രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് 10 രാജ്യങ്ങൾ കൂടി അംഗങ്ങളാണ്. അതിലെടുത്തു പറയേണ്ടത് റഷ്യയും അസർബൈജാനും കസക്കിസ്ഥാനും ഒക്കെ ഈ ഒപെക് പ്ലസിൽ അംഗങ്ങളാണ് എന്നതാണ്. ഇവർ കൂടി ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും ലോകത്തിലെ തന്നെ എണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് ഒരു 80% ലോകത്തിലെ ആകെ ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യകതയിൽ 80%വും നിയന്ത്രിക്കുന്നത് ഈ രാജ്യങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് എന്തുകൊണ്ടാണ് UAE പിന്മാറിയത്? നമുക്കറിയാം, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഉണ്ടായതിനു ശേഷം ഒപെക് രാജ്യത്തിൻ്റെ ഭാഗമായി തന്നെയുള്ള ഇറാൻ പലപ്പോഴായി ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ച സാഹചര്യമുണ്ടായി. അങ്ങനെ ആക്രമിച്ചപ്പോൾ ഒന്നും തന്നെ ലോകവ്യാപകമായ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നില്ല. അതോടൊപ്പം തന്നെ ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തുകയോ ഇത്തരം ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തില്ല. മറ്റൊന്ന്, കാലങ്ങളായി ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും, അതായത് ഇന്ത്യക്കാർ, മലയാളികളൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇന്ധന ലഭ്യത കുറഞ്ഞു എന്നും അതിലൂടെ നമുക്ക് വിലക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്നുമാണ്. അതോടൊപ്പം തന്നെയാണ് LPGയുടെ ക്ഷാമം, പാചകവാതകത്തിൻ്റെ ക്ഷാമം നമുക്ക് വലിയ തിരിച്ചടിയാകുന്നു. ലഭ്യതയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറുഭാഗം എന്നത് ഈ ഉൽപ്പാദക രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് LPG ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അടക്കം നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങൾക്ക് അത് വിറ്റുപോകും
വിട്ടുപോകാത്ത ഗുരുതരമായ പ്രശ്നമാണ് ഉള്ളത്. അതുകൊണ്ടാണ് UAE ഈ നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഹോർമോസ് കടലിടുക്കിൽ തീരുമാനമാകുന്നില്ല, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നില്ല, തങ്ങളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ കാര്യമായി ബാധിക്കുന്ന എണ്ണ വിപണനം എന്നത് സാധ്യമാകുന്നില്ല. അതിനൊരു ബദൽ മാർഗമോ മറ്റു മാർഗങ്ങളോ തേടുന്നു എന്ന നിലയിലാണ് UAE പിന്മാറിയത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ പിന്മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ കൂടിയാലോചനകൾ ഒന്നും തന്നെ നടന്നില്ല എന്നതാണ്. അതായത് ഈ ഒപ്പക്കിൻ്റെ ആസ്ഥാനമായി വിയന്നയിൽ ഒപ്പക് രാജ്യങ്ങളുടെ കൂട്ടായ്മ നടക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ GCC രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരം രാജ്യങ്ങളുമായി, പ്രധാനപ്പെട്ട സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി കൂടിയാലോചിക്കാതെ ആണ് ഇത്തരത്തിൽ UAE ഒരു തീരുമാനം എടുത്തത് എന്നതും ഈ GCC രാഷ്ട്രങ്ങൾക്കിടയിൽ പോലും അഭിപ്രായ ഭിന്നതകളുണ്ടോ എന്ന സംശയം ആണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനമെടുക്കുമ്പോൾ UAE വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് പ്രധാനം രാജ്യ താല്പര്യം എന്നതാണ്. അതായത് രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും രാജ്യത്തെ ജനങ്ങളുമാണ് ഞങ്ങൾക്ക് പ്രധാനം. ആ ജനത ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ഹോർമോസ് കടലിടുക്ക് തുറക്കണം, പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കണം. അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. അതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് UAE പറയുന്നു. അതോടൊപ്പം തന്നെ UAEയുടെ ഉൽപ്പാദനം, അതായത് UAE ഈ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അവരുടെ ഉൽപ്പാദനത്തിൽ ഒരു സ്ഥിരതയുണ്ടാകണം. അതിങ്ങനെ ഏറിയും കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഒപ്പക് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും ഒപ്പക് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയും ആവശ്യപ്പെടുന്നതനുസരിച്ച് ചില ഘട്ടങ്ങളിൽ ഉൽപ്പാദനം കുറയ്ക്കും, ചില ഘട്ടങ്ങളിൽ ഉൽപ്പാദനം കൂട്ടും. അത് സാധ്യമല്ല. രാജ്യത്ത് സാധ്യമാകുന്നത്ര ഉൽപ്പാദന ശേഷി മെച്ചപ്പെടുത്തി കഴിയുന്നത്ര എണ്ണ വിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന് ചെലവ് കുറയ്ക്കാം എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്നത് ഒപ്പക്കാണ്. പല രാജ്യങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾ ചെറിയ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ വില കുറഞ്ഞ് അന്താരാഷ്ട്ര വിപണിയിൽ അത് വിപണനം ചെയ്യും. പക്ഷേ ഒപ്പക് എന്ന കൂട്ടായ്മ അതിന് അനുവദിക്കാറില്ല. പല രാജ്യങ്ങൾക്കും, അതായത് ഒപ്പക് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിൽ പലതിനും പല തരത്തിലുള്ള ഉൽപ്പാദന ചെലവാണ് വരുന്നത് എങ്കിൽ പോലും ഈ ഒപ്പക് ആണ് ഈ വില നിശ്ചയിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലേക്ക് UAE പോകുന്നു. ഒപ്പം UAEയുടെ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ലോകത്തെ വിപണിയുടെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യ തന്നെ റഷ്യയുമായി ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ്. ഇന്ത്യ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന്, ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ വിപണന സാധ്യതകൾ തേടുകയും അതോടൊപ്പം തന്നെ വാങ്ങുകയും ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യം വർദ്ധിച്ചു വന്നാൽ ആ സമയത്ത് ക്രൂഡ് ഓയിൽ അധികമായി ഇന്ത്യക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ വിപണിക്ക് അനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ആ വിപണിക്ക് അനുസരിച്ച് ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് UAE പോകുന്നു എന്നതാണ് UAEയുടെ ഔദ്യോഗികമായ പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് ഇത്ര മേൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് UAE പോയി? അതായത് UAEയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ 48.5 ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് അസംസ്കൃത ക്രൂഡ് ഓയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി പ്രതിദിനം ഉണ്ട് എന്നതാണ്. അതേസമയം ഒപ്പക് രാഷ്ട്രങ്ങളുടെ ഈ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ ഈ 48.5 ലക്ഷം ബാരൽ സാധാരണ നിലയിൽ ഉൽപ്പാദിപ്പിക്കാറില്ല. 35 ലക്ഷം ബാരൽ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാറുള്ളത്. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് UAEക്ക് ഈ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് 48.5 ലക്ഷം ബാരലിൽ നിന്ന് 50 ലക്ഷം ബാരൽ എന്ന നിലയിലേക്ക് പ്രതിദിന ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് UAE പറയുന്നത്. ഒപ്പക് രാജ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ UAE എന്നതുകൊണ്ട് ഈ 35 ലക്ഷം ബാരൽ എന്ന നിയന്ത്രണം ഇനി UAEക്ക് ബാധകമല്ല. 50 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുവാനും അത് വിപണനം ചെയ്യുവാനും സാധിക്കും. നാളെ ഇതിൻ്റെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചാൽ അതും വിൽക്കാൻ സാധിക്കും. അങ്ങനെ ഒപ്പക് രാഷ്ട്രങ്ങളുടെ അനുമതി ഇനി ആവശ്യമില്ല എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തുകൊണ്ട് UAEയുടെ ഈ തീരുമാനം ഇന്ത്യക്ക് ഗുണകരം ആകും എന്നുള്ളതാണ്. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യ എന്ന രാജ്യം ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും മികച്ച സൗഹൃദമാണ് പുലർത്തുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ പോലും ഈ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അടക്കം തീവ്രവാദ വിഷയങ്ങളിൽ അടക്കം ഇന്ത്യക്ക് പരിപൂർണമായ പിന്തുണയാണ് ഗൾഫ് രാജ്യങ്ങൾ നൽകാറുള്ളത്. പലപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളുമൊക്കെ തുടർച്ചയായി ഗൾഫ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുകയും സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ വാർത്തകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്.
UAE-യുമായി ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യം ആണ് ഇന്ത്യ. മാത്രവുമല്ല, സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുമായി ഏർപ്പെട്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് UAE എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തീരുവകൾ ബാധകമല്ലാത്ത തരത്തിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിക്കാവുന്നതും പരസ്പരം ഇറക്കുമതിയും കയറ്റുമതിയും വർദ്ധിപ്പിക്കാവുന്നതുമാണ്. അവിടെയാണ് ഒപ്പക്കിൻ്റെ നിയന്ത്രണം ഇല്ലാതെ ഇന്ത്യക്ക് ഇനി UAE-ക്ക് നേരിട്ട് ഒരു പക്ഷേ ഈ ക്രൂഡ് ഓയിൽ നൽകാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, UAE പറയുന്നത് ചെലവ് ചുരുക്കി ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കും എന്നതാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലയേക്കാൾ ഒപ്പക് രാജ്യങ്ങൾ നിശ്ചയിക്കുന്ന വിലയേക്കാൾ താഴ്ന്ന വിലയിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഈ UAE-യിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭിക്കുവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം ആണ്, അത് പലപ്പോഴും മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. ഇപ്പോഴത്തെ സാധ്യത മാത്രമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറഞ്ഞ വിലയിൽ തന്നെ ക്രൂഡ് ഓയിൽ സ്വന്തമാക്കാൻ ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് സാധിക്കും എന്നതാണ്. അതിൻ്റെ നേട്ടം ഒരുപക്ഷെ സാധാരണക്കാർക്ക് ലഭിക്കുമോ എന്നത് നമ്മുടെ ഭരണകൂടവും അതോടൊപ്പം തന്നെ എണ്ണ കമ്പനികളുമൊക്കെയാണ് കൂടിയാലോചിച്ച് പറയേണ്ടത്. അതായത് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ $40 വരെ ഒക്കെ താഴ്ന്നിരുന്ന സമയത്ത് പോലും പെട്രോളിൻ്റെ വിലയിൽ കാര്യമായി കുറവൊന്നും അനുഭവപ്പെട്ടില്ല. അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്നാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭ്യത കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ, ഇപ്പോഴുള്ള കരുതൽ ശേഖരം അവസാനിക്കുന്ന സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കേണ്ടതായി ഭരണകൂടങ്ങൾക്ക് വരും. ഒരു പക്ഷേ ആ സാധ്യതകൾ ഇല്ലാതാകുന്നു. അതായത് UAE-യിൽ നിന്നടക്കം കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു പക്ഷേ ആ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നത് ഈ കറൻസി വിനിമയം സംബന്ധിച്ചാണ്. ലോകരാജ്യങ്ങളിൽ ഏറെയും ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിൽക്കുമ്പോൾ അതിന് സ്വീകരിക്കുന്ന പണം എന്നത് ഡോളർ ആണ് എന്നതാണ്. ലോകത്ത് ഡോളർ ആണ് പരസ്പരം ലോകരാജ്യങ്ങൾ തമ്മിൽ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കറൻസി എന്നത്. അത് നമുക്കറിയാം. ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യുവാനിലേക്ക് മാറണം, ചൈനയുടെ കറൻസിയിലേക്ക് മാറണം എന്ന ആവശ്യമാണ്. അങ്ങനെയുള്ള ഇടപാടുകളും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയും UAE-യും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉള്ളതുകൊണ്ടും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടും രൂപയിൽ തന്നെ ഇത്തരം വിനിമയം നടത്താം എന്നുള്ളതാണ്. അതായത് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുമ്പോൾ അതിന് നൽകുന്ന പണം അത് UAE-യുമായി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ രൂപയിൽ തന്നെ ഈ പണം നൽകാൻ സാധിക്കുന്നു എന്നതാണ്. അതേസമയം ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി എന്നത് ഡോളറിൽ ഈ തുക കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു രാജ്യത്ത് നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ അവർക്ക് പ്രതിഫലമായി നൽകേണ്ടി വരുന്നത് ഡോളർ ആണ്. ഡോളറിൻ്റെ മൂല്യം കൂടിയും കുറഞ്ഞും നിൽക്കുമ്പോൾ രൂപയുടെ മൂല്യത്തിൽ കാര്യമായ മാറ്റമുണ്ടാവുകയും ചെയ്യും. രൂപയ്ക്ക് സ്ഥിരതയില്ലാതെയാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഡോളറിൻ്റെ രൂപയുടെ മൂല്യം തകർന്നടിഞ്ഞത് നമുക്കറിയാം. പക്ഷേ രൂപയിൽ കൂടുതൽ വിനിമയം നടത്തുകയും രൂപയുടെ വിനിമയ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ രൂപ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും എന്നത് രാജ്യത്തിന് ഗുണകരമായി മാറും. അങ്ങനെ ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് UAE പുറത്തു പോകുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകും. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രക്രമത്തിൽ, ഭൗമരാഷ്ട്രക്രമത്തിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് ഈ മേഖലയിലുള്ള വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.